Prabhupada Jaya Prabhupada Jaya Prabhupada Jaya Prabhupada Jaya Gurudeva Jaya Gurudeva Jaya Gurudeva Jaya Gurudeva Jaya Hari Bol Hari Bol Hari Bol Nitai Gaura Hari Bol Nitai Gaura Hari Bol Hari Bol Hari Bol Nitai Gaura Hari Bol. ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदामिहं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरु श्रीयूतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा सद्गुणगणता श्रीसागान्वितं हे कृष्णकरुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्ता राधाकान्त नमोस्तुते। तप्तकाञ्चन गौरंगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया उत्तमश्लोके भक्तिं भवति नैष्ठिकी। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं श्रीगुरुं दीनदारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। नमो विष्णुपदाय कृष्णप्रेष्ठाय भूतले श्रीमते जयपताकस्वामिने नमः। आचार्यपादाय कृपाविदाय प्रदायिने दूरगदाकामजय नगरग्रामधारिणे नमः। विष्णुपदाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणी निर्विशेषा शून्यवादी पाश्चात्य देशधारिणी। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय। हरि ओम तत्सत्। തിരൂർ കുന്നിൽ ദേവീക്ഷേത്രത്തിൻ്റെ നടയിൽ തിരൂർ ദേവിയുടെ കാരുണ്യവും കടാക്ഷവും കൊണ്ട് ഇങ്ങനെയൊരു ആധ്യാത്മിക പ്രഭാഷണത്തിന് അവസരം തന്ന സാക്ഷാൽ കിളിനിക്കുന്ന ദേവിയോട് ആദ്യമായിട്ട് കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ ഇവിടുത്തെ ക്ഷേത്ര ഉപദേശ സമിതി അംഗങ്ങളോട് എല്ലാവരോടും വളരെയധികം കടപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ കിളിയൂർ ദേശത്തെ എല്ലാ ഭക്തരായ ജനങ്ങളോടും വളരെയധികം കടപ്പാട് രേഖപ്പെടുത്തി.
ആധ്യാത്മിക പ്രഭാഷണമാണ്. നമ്മളെല്ലാവരും ഭക്തരും വിശ്വാസികളുമാണ്. എല്ലാവരും 33 കോടി ദേവന്മാരിൽ വളരെയധികം നമുക്കിഷ്ടപ്പെട്ട ദേവീദേവന്മാരെയൊക്കെ നമ്മൾ ഉള്ളറിഞ്ഞ് ഭക്തി പുരസരം നമ്മുടെ എല്ലാ കാര്യങ്ങളും ധരിപ്പിച്ച് ജീവിക്കുന്ന ഭക്തരാണ്. കോടി ദേവന്മാർക്കും അവരെ നിയന്ത്രിക്കുന്നതിന് ഒരധിപനുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നു. അതാണ് പരമസത്യം, പരബ്രഹ്മം എന്നൊക്കെ നമ്മൾ ഉള്ളൊരുക്കി വിളിക്കുന്നു. ആ പരമസത്യത്തെ അന്വേഷിച്ച് കണ്ടെത്തുവാൻ പറ്റിയിട്ടുള്ള ഏറ്റവും കാലോചിതമായ ഒരു സമയമാണ് ഈ കലിയുഗം. ഒരു കണക്കിന് പറഞ്ഞാൽ നമ്മളെല്ലാം ഭാഗ്യവാന്മാരാണ്. കലിയുഗത്തിൽ പ്രധാനമായിട്ടും വൈദ്യശാസ്ത്രങ്ങൾ ശുപാർശ ചെയ്തിരിക്കുന്നത് നാമജപത്തെയാണ് ശുപാർശ ചെയ്യുന്നത്. മുൻപ് ഇവിടെ ഭാഗവത സപ്താഹം നടന്ന സമയത്ത് നാമജപത്തെ കുറിച്ച് ഒരു പ്രഭാഷണം ഇവിടെ അവതരിപ്പിക്കാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മൾ 33 കോടി ദേവീദേവന്മാർക്കും അധിപനായിട്ടുള്ള പരമസത്യം ആരാണ് എന്ന് നമ്മൾ അന്വേഷിക്കുന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശേഷ ബുദ്ധി ഉള്ള ഒരു ജീവിയാണ് മനുഷ്യൻ. എന്നാൽ നമ്മുടെ സഹജീവികളായ മൃഗങ്ങള്, പട്ടി, പൂച്ച, മത്സ്യങ്ങൾ, ഇതര മൃഗങ്ങൾ, പക്ഷികൾ, പാമ്പുകൾ, ഇവയ്ക്കൊന്നും വിശേഷ ബുദ്ധി മനുഷ്യനെ പോലെ ഉണ്ടാവുകയില്ലെന്നുള്ളതാണ് അതിനകത്തുള്ള വസ്തുത. നമ്മള് വിശേഷ ബുദ്ധി കൊണ്ട് നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും. ഒരു പട്ടിയെയും പൂച്ചയെയും സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതം നമുക്കൊന്ന് താരതമ്യപ്പെടുത്തുന്നു. പട്ടിയും പൂച്ചയെയും സംബന്ധിച്ചിടത്തോളം അത് ആഹാരം തേടുന്നു. നമ്മൾ മനുഷ്യരാണ്, അവർക്കുള്ള ആഹാരം അവർ കണ്ടെത്തും. അതേപോലെ തന്നെ നമ്മളും നമുക്കുള്ള ആഹാരം നമ്മൾ കണ്ടെത്തും. അതേപോലെ തന്നെ പട്ടിയും പൂച്ചയും അതുപോലെ ജീവജാലങ്ങൾ അകത്തുള്ള സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ എപ്പോഴും വളരെ ജാഗരൂകരാണ്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഈ കാക്കയും മറ്റു കിളികളും ഒക്കെ നമ്മുടെ വീടിന്റെ മുറ്റത്തൊക്കെ വരുമ്പോൾ നമ്മൾ ചോറോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു ജീവജാലങ്ങളൊക്കെ വരും, നമ്മൾ ഭക്ഷണം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ വളരെ ജാഗരൂകതയോടുകൂടിയാണ് അവരത് തിന്നുന്നത്. നമ്മളൊന്ന് മുന്നോട്ടൊന്ന് ആഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ പറന്നു അല്ലെങ്കിൽ പെട്ടെന്ന് ഓടിക്കും. അവരുടെ ജീവിതം വളരെയധികം ഭയം നിറഞ്ഞത്. അങ്ങനെയാണ് അവർ ജീവിക്കുന്നത്. അപ്പം സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവര് ഒരുക്കുന്നു. മനുഷ്യനെ സംബന്ധിച്ചോളം നമ്മളെ വീടൊക്കെ കെട്ടി നമ്മളും
പ്രകൃതിയിൽ നിന്നും അല്ലെങ്കിൽ കാറ്റ്, മഴ, മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്നുമൊക്കെ ആക്രമണങ്ങളൊക്കെ നേരിടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീടൊക്കെ നിർമ്മിച്ച് നമ്മളും സ്വരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അതേപോലെ തന്നെ നമ്മൾ വൈവാഹിക ജീവിതത്തിലേക്ക് ഏർപ്പെടുന്നു, നമുക്ക് കുട്ടികളുണ്ടാകുന്നു. ഇതേപോലെ തന്നെ ഈ പട്ടിയും പൂച്ചയും ഒക്കെ അവർക്കും കുട്ടികളുണ്ടാകുന്നു. തത്വത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ജീവിതമെല്ലാം സമാനമാണ്, മൃഗങ്ങളുടെ തുല്യം തന്നെയാണ്. അവര് ഏതെങ്കിലും വഴിയരികിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തോ കിടന്നുറങ്ങുന്നു, പട്ടിയും പൂച്ചയും ഒക്കെ വളരെ സുഖമായിട്ട് ഉറങ്ങുന്നു. നമ്മളവിടെ കിടന്നുറങ്ങുന്നു, നമ്മുടെ വീട്ടിൽ നല്ല ബെഡേലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്ഥലത്ത് നമ്മൾ കിടന്നുറങ്ങുന്നു. ഒറ്റ വ്യത്യാസമുള്ളൂ, നമ്മൾ ആഹാരം കഴിക്കുന്നു, അവരാഹാരം കഴിക്കുന്നു. നമ്മൾ പ്രതിരോധ സംവിധാനങ്ങളിലൂടെ പോകുന്നു, അവരും പ്രതിരോധ സംവിധാനങ്ങളിലൂടെ. മനുഷ്യനുള്ളത് വിശേഷ ബുദ്ധിയാണ്. ആ വിശേഷ ബുദ്ധി കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ കാലയളവിലുള്ള വളരെയധികം അത്യാധുനിക സംവിധാനങ്ങളെല്ലാം നമ്മൾ കണ്ടുപിടിക്കുകയും അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളുമൊക്കെ നമ്മൾ അനുഭവിക്കുന്നു. ആ വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ നമ്മുടെ ഈ ജീവിതത്തിൽ ചെയ്യേണ്ട ഞാൻ ആരാ എന്നൊരു ചോദ്യം, ഞാൻ എവിടെ നിന്നാണ് വരുന്നത്, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് മരണം, മരണത്തിന് ശേഷം ജീവിതമുണ്ടോ, ആകാശ നക്ഷത്രങ്ങളൊക്കെ നിൽക്കുന്നു, അന്യഗ്രഹത്തിൽ ജീവികളുണ്ടോ, അല്ലെങ്കിൽ ദേവീദേവന്മാരുടെ വാസസ്ഥലമൊക്കെ എന്താണ്, എവിടെയാണ്, നമുക്ക് കാണാനും സാധിക്കുന്നില്ല. ഇങ്ങനെയുള്ള ചിന്തകളും ശ്രേഷ്ഠമായ ഉത്കൃഷ്ടമായ ചിന്താധാരകളൊക്കെ ഉണ്ടാകുന്ന മനുഷ്യജന്മത്തിൽ നിന്നാണ്. ഒരു മൃഗജന്മത്തിൽ ഇതൊന്നും ഒരിക്കലും സാധ്യമാണ്. ഒരിക്കലും ഒരു മൃഗം ഒരു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഒരു സപ്താഹ സ്ഥലത്തോ അങ്ങനെയുള്ള സ്ഥലത്തൊന്നും അത് കേൾക്കുന്നതിനോ ശ്രവണത്തിനോ ഒന്നും എത്തപ്പെടുന്നു. പക്ഷെ അവിടെ മനുഷ്യൻ എത്തും. എന്തുകൊണ്ടാണ് മനുഷ്യൻ എത്തുന്നത്? മനുഷ്യന് ആധ്യാത്മിക കാര്യങ്ങളെ കുറിച്ച് അറിവ് നേടണം. എന്താണ് ആധ്യാത്മിക കാര്യങ്ങൾ? നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ആത്മാവിനെ പറ്റിയുള്ള ഒരു പഠനമാണ് ആധ്യാത്മിക പഠനം. ഇതേപോലെ തന്നെയാണ് ഭൗതികപരമായ പഠനവും. അത് ശാസ്ത്രവും അത് സംബന്ധിച്ചുള്ള പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെയായിട്ട് മുന്നോട്ട് പോകുന്ന പഠനമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ശ്രേഷ്ഠ അവബോധമുള്ള ഒരു ജീവിതമാണ് മനുഷ്യനെ സംബന്ധിച്ചുള്ളത്. അപ്പൊ ഈശ്വരനെ പറ്റിയുള്ള ചിന്തകള്, കാര്യങ്ങള്, അതേക്കുറിച്ചൊക്കെയുള്ള ഒരു അന്വേഷണം നമ്മുടെ ഈ ജന്മത്തിൽ നമുക്ക് സാധ്യമാണ്. വിശേഷ ബുദ്ധി കൊണ്ട് നൂതനമായ അറിവുകൾ, ഈശ്വരീയ ജ്ഞാനങ്ങൾ നമുക്ക് നേടാൻ സാധിക്കും. പക്ഷെ മൃഗങ്ങളെ സംബന്ധിച്ചോളം അതിനുള്ള കഴിവില്ല. വൈദ്യശാസ്ത്രം പറയുന്ന മരണശേഷം പുനർജന്മം ഉണ്ടെന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. അതായത് ഒരു കൊച്ചുകുട്ടി ജനിക്കുമ്പോൾ ഒരു ശിശുവായിരിക്കും. അത് വളർന്ന് ഒരു 10 വയസ്സൊക്കെ ആകുമ്പോൾ അത് വളർന്ന് വലുതാകുന്നു. അവിടെ നിന്ന് വീണ്ടും കൗമാരത്തിലേക്ക് എത്തുന്നു. കൗമാരത്തിൽ നിന്ന് ബാല്യത്തിലെത്തുന്നു, ബാല്യം നിന്ന് കൗമാരത്തിലെത്തുന്നു, പിന്നെ യൗവനത്തിലെത്തുന്നു, പിന്നെ വാർദ്ധക്യത്തിലെത്തുന്നു, പിന്നീട് മരണത്തിലേക്ക് കടക്കുന്നു. അപ്പം കുഞ്ഞായിരുന്ന ആ കൊച്ചുകുട്ടി ആണ് ഈ രൂപാന്തരത്തിലൂടെ എല്ലാം കടന്നു പോകുന്നത്. അപ്പം ശരീരത്തിന് രൂപമാറ്റം സംഭവിക്കുന്നുള്ള കാര്യം നമുക്ക് ബോധ്യപ്പെടും. അപ്പൊ ആ രൂപമാറ്റത്തിന് ശേഷം, വാർദ്ധക്യത്തിന് ശേഷം നമ്മൾ മരണമെന്ന് പറയുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് മറ്റൊരു ജന്മത്തിലേക്കുള്ള ഒരു യാത്രയാണ്. നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ആധ്യാത്മിക ഗ്രന്ഥങ്ങളുമൊക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പുനർജന്മത്തിന് വളരെയധികം
പ്രാധാന്യം നൽകുന്നു. പുനർജന്മ കഥകൾ ഒരുപാട് ഉണ്ട്. നമ്മുടെ ഭാരതം എന്ന പേര് നമുക്ക് ഭാരതത്തിൽ ലഭിച്ച ഭരതമഹാരാജാവിന്റെ ജീവിത ആ കഥയിൽ നിന്ന്. ആരായിരുന്നു ഭരതമഹാരാജ്? നമ്മുടെ ഭാരതം ഭരിച്ചിരുന്ന ഒരു മഹാരാജാവായിരുന്നു ഭരതമഹാരാജാവ്. അദ്ദേഹം മഹാനായ ഒരു ഭക്തനായിരുന്നു. അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ വാർദ്ധക്യ സമയമൊക്കെ ആയപ്പോൾ രാജ്യഭാരമൊക്കെ തന്റെ അനന്തരാവകാശികളെ ഏൽപ്പിച്ചിട്ട് ഭഗവത് പ്രാപ്തിക്കായിട്ട് തപസ് ചെയ്യുന്നതിനായിട്ട് അദ്ദേഹം വനത്തിലേക്ക് പോവാം. നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഭരണ സംവിധാനവും പണ്ടത്തെ ഭരണ സംവിധാനവും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പണ്ടത്തെ രാജാക്കന്മാർ, നമ്മുടെ പൗരാണിക ചരിത്ര രേഖകളിലും ഇതിഹാസങ്ങളിലും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള രാജാക്കന്മാരൊക്കെ അവരൊരു പ്രത്യേക കാലശേഷം പ്രായമൊക്കെ ആയതിനു ശേഷം തന്റെ അടുത്ത അനന്തരാവകാശികൾക്ക് രാജ്യഭരണം കൈമാറിയിട്ട് അവർ ഭഗവത് പ്രാപ്തിക്കായിട്ട് വനത്തിലേക്ക് പോകും. സർവ്വതും ത്യജിച്ച് സർവാംഗ പരിത്യാഗിയാണ്. അല്ലാതെ എനിക്ക് ചാകുന്നിടം വരെ ഭരിക്കണം, എനിക്ക് ചാകുന്നിടം വരെ ഈ ഭൗതിക ആസ്വാദനം നേടണമെന്ന് പറഞ്ഞ് ഒരിക്കലും ഭരണ സംവിധാനത്തിൽ അവർ കെട്ടിപ്പിടിച്ച് കിടക്കാറില്ല. അങ്ങനെ ഭരത മഹാരാജ് ഭഗവത് പ്രാപ്തിക്കായിട്ട് വനത്തിലേക്ക് പോകുക. അങ്ങനെ പോയി അദ്ദേഹം ഭഗവത് പ്രാപ്തിക്കായിട്ട് അവിടെ ഇരുന്ന് തപസ്സും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് ആഹാരമൊക്കെ കുറച്ച് അങ്ങനെ വരുന്ന സമയത്താണ് ഒരു ദിവസം പന്നശാലയൊക്കെ കെട്ടിയാണ് വനത്തിൽ. അപ്പൊ ഒരു ദിവസം ഒരു മാനിനെ സിംഹം ഓടിച്ചുകൊണ്ട് വരിക. അങ്ങനെ ഓടിച്ചുകൊണ്ട് വരുന്നു. ഈ മാന് ഈ പന്നശാലയുടെ മുൻവശത്ത് ഒരു പുഴയാണ്. ആ പുഴയിലേക്ക് മാൻ എടുത്ത് ചാടുന്നു. സിംഹം അങ്ങനെ അതിനെ ഇട്ടത് സിംഹം പോകുന്നു. ഈ മാന് ഗർഭിണിയാണ്. ഈ ചാട്ടത്തിൽ ഈ മാൻ പ്രസവിക്കുകയും മാതാവ് മരണത്തിന് അങ്ങ് കീഴടങ്ങുകയുമായിരുന്നു ഒരിക്കൽപ്പെട്ട്. ഇത് കണ്ടുകൊണ്ട് പർണശാലയിലെ രാജാവ് പെട്ടെന്ന് ചാടി പുഴയിലേക്ക് എടുത്ത് ചാടി ആ മാൻകുട്ടിയെ രക്ഷിച്ചു. അങ്ങനെ തന്റെ പർണശാലയിൽ കൊണ്ടുവന്ന് ആ മാനിന് വേണ്ട ആഹാരമൊക്കെ നൽകി പ്രത്യേക പാല് ഒക്കെ അദ്ദേഹം കൊട്ടാരത്തിൽ നിന്ന് പ്രത്യേകമായിട്ട് വരുത്തിച്ച് പാലൊക്കെ കൊടുത്ത് ആ മാൻകുട്ടിയെ അദ്ദേഹം അങ്ങനെ വളർത്താൻ പറ്റും. അങ്ങനെ ഈ മാന് രാജാവുമായിട്ട് വളരെയധികം അഭേദ്യമായ ഒരു ബന്ധം അതിന് ഉണ്ടായി. നമുക്കറിയാം, നമ്മളൊക്കെ ചില ജീവജാലങ്ങളെയൊക്കെ നമ്മൾ സ്നേഹപൂർവ്വം വളർത്തുമ്പോൾ അതിന് നമ്മളോട് പ്രത്യേക ഒരു ഇഷ്ടം തോന്നും. നമ്മുടെ അടുത്ത് ഓടി വരികയും നമ്മുടെ കൂടെ കളിക്കാനുമൊക്കെ അത് ഇഷ്ടപ്പെടും. എന്ന് പറഞ്ഞ പോലെ ഈ മാൻകുട്ടി വളരെയധികം താല്പര്യത്തോടുകൂടി രാജാവിനെ ചുറ്റിപ്പറ്റി എപ്പോഴും നടക്കുമായിരുന്നു. അങ്ങനെ രാജാവിന് വളരെ പ്രായമായി വരികയാണ്. അപ്പൊ രാജാവ് എന്തിനാണ് വനത്തിലേക്ക് വന്ന്? ഭഗവത് പ്രാപ്തിക്കായിട്ട് തപസ് ചെയ്യുന്നതിനും ഈശ്വരനെ ഏകാഗ്രമായിട്ട് ഭജിക്കുന്നതിനുമാണ് രാജ്യം ഉൾപ്പെടെയുള്ള ഭൗതിക സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് രാജാവ് വനത്തിലേക്ക് വന്നു. എന്നാൽ ഇപ്പം അതെല്ലാം അതായത് ഈശ്വരനെ പറ്റിയുള്ള ചിന്തകളൊക്കെ മറന്ന് രാജാവിന് ആരെ പറ്റിയുള്ള ചിന്തയായിരിക്കും? മാനിനെ പറ്റിയുള്ള ചിന്തയായി. മാനെ കുറച്ചു നേരം കണ്ടില്ലെങ്കിൽ ഉടനെ രാജാവിന് വളരെ ഒരു ആശങ്കയായി, എവിടെ പോയി? അങ്ങനെ രാജാവ് വളരെയധികം ക്ഷീണിതനായി. നാളുകൾ കഴിയുന്തോറും അങ്ങനെ മരണത്തെ സമീപിക്കുന്ന സമയമായപ്പോൾ രാജാവിന് ഭയങ്കര വിഷമമായി. മാനിനെ കുറിച്ച് ഓർത്തു, എന്റെ മരണശേഷം ഈ മാനിന് ആരും ഉണ്ടാകില്ലല്ലോ, എന്നോടാണല്ലോ ഇതിനോട് അടുപ്പം. അങ്ങനെ മരണസമയത്ത് രാജാവ് ഈ മാനിനെ പറ്റി ചിന്തിച്ചുകൊണ്ടാണ് മരണമടയുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈശ്വര പ്രാപ്തിക്കും ഭഗവത് പ്രാപ്തിക്കുമായിട്ട് തപസ് ചെയ്യാനും പ്രാർത്ഥനയ്ക്കുമായിട്ട്
വനത്തിൽ ചെന്ന ഭരത മഹാരാജ് മാനിനെ പറ്റി ചിന്തിച്ച് അങ്ങനെ അടുത്ത ജന്മത്തിൽ മാനായിട്ട് ജനിക്കുകയായി. അങ്ങനെ അദ്ദേഹം മാനായിട്ട് ജനിച്ചു. പക്ഷെ ഭഗവാന്റെ ഭക്തനായതുകൊണ്ട് ആ മാനിന് മുജ്ജന്മത്തിലെ ഓർമ്മകൾ കൊടുത്തു. അങ്ങനെ മാനിങ്ങനെ ജനിച്ച് കുറെ വളർന്നൊക്കെ കഴിഞ്ഞപ്പോൾ മാന് മനസ്സിലായി താൻ മുജ്ജന്മത്തിൽ ഭരത മഹാരാജാവായിരുന്നു എന്നും ഞാൻ ഈശ്വരപ്രാപ്തിക്കായിട്ട് രാജ്യമൊക്കെ ത്യജിച്ച് പർണശാലയൊക്കെ കെട്ടി ഇവിടെ വന്ന് കഴിഞ്ഞ് അങ്ങനെ മാനിനെ രക്ഷിച്ചു. മാനിനെ എടുത്തു വളർത്തി കൊണ്ടുപോയ സമയത്ത് തന്നെ ഈശ്വര ചിന്തയെല്ലാം നഷ്ടപ്പെട്ട് മാനിനെ കുറിച്ചുള്ള ചിന്തയായി. അങ്ങനെ മരണസമയത്ത് ഉള്ള ചിന്ത മാനിനെ പറ്റിയായിട്ട് അതുകൊണ്ട് താൻ മാനായിട്ട് ജനിക്കുന്നതായി വന്നു എന്ന് ഭരത മഹാരാജന് മനസ്സിലായി. പക്ഷെ എന്ത് കാര്യം, ആരോട് പറയാൻ? മനുഷ്യനോട് എന്ന് പറയാൻ പറ്റുമോ? ഓർമ്മയും ബുദ്ധിയും എല്ലാം ഉണ്ട് മാന് ഏതെങ്കിലും മാന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയതോടെ ഈ അതായത് മാന് വിശേഷബുദ്ധി ഈശ്വരൻ കൊടുത്തു. ആ സമയത്ത് ഓർമ്മ കൊടുത്തു മുജ്ജന്മത്തിൽ. അങ്ങനെ രാജാവ് മറ്റുള്ള മാനുകളുടെ ഒന്നും കൂടെ പോകത്തില്ല. അങ്ങനെ കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി ഈ മാൻ. അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് മറ്റുള്ള മാനോട് ഇണ ചേർത്തില്ല, ഭക്ഷണം കഴിക്കത്തില്ല. അങ്ങനെ രാജാവ് ഇങ്ങനെ കാട്ടിക്കൂടെ നടന്ന് താൻ മരണപ്പെട്ട ആ പർണശാല കണ്ടെത്തി ഈ മാൻ. അങ്ങനെ പർണശാലയിൽ വരികയും അവിടെ കിടന്ന് ഭക്ഷണമൊന്നും കഴിക്കാതെ കിടന്ന് ദാഹജലവും എല്ലാം ഉപേക്ഷിച്ച് അങ്ങനെ ക്ഷീണിച്ച് ഈശ്വരനെ പറ്റി ചിന്തിച്ച് അവിടെ കിടന്ന് മരണമാണ്. ഭക്തനായതുകൊണ്ട് ഭഗവാൻ വീണ്ടും അടുത്ത ഒരു ജന്മം മനുഷ്യനായിട്ട് ഒരു കർഷക കുടുംബത്തിലാണ് ജനിച്ചത്. അങ്ങനെ കുറെ കുട്ടികളൊക്കെ ഉണ്ട്. അതിൽ ഏറ്റവും ഒരാളെ കുട്ടിയായിട്ടാണ് ജനിക്കുന്നത്. അങ്ങനെ ആ കുടുംബത്തിൽ വളർന്നു വലുതായി. ഈ ഒരു കുട്ടി മാത്രം വീടിന് വെളിയിലിറങ്ങത്തില്ല. എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ മാതാപിതാക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യും. അച്ഛൻ കർഷകനാണ്, അമ്മയും കൃഷിപ്പണിയൊക്കെയാണ്. എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യും. അങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നേരം വീടിനകത്ത് വന്ന് കയറുകയും ചെയ്യും. നല്ലൊരു ചെറുപ്പക്കാരൻ. മറ്റുള്ള ചേട്ടനും ഒക്കെ അവരൊക്കെ പലവിധ ജോലികൾക്കൊക്കെ പോകാൻ തുടങ്ങി. അങ്ങനെ മാതാപിതാക്കൾക്ക് ഭയങ്കര വിഷമം. ഇവൻ മാത്രം ഈ മുറിക്കകത്ത് കയറി ഇരിക്കുകയാണല്ലോ. എന്ത് പറഞ്ഞാലും ചെയ്യും. ആഹാരം കൊടുത്താൽ കഴിക്കും, കൊടുത്തില്ലേ വേണ്ട. പൂർവജന്മത്തിലെ ഓർമ്മ കൊടുത്തു ഭഗവാൻ. താൻ ഭരത മഹാരാജാവായിരുന്നെന്നും അതിന്റെ മുൻജന്മത്തിൽ താൻ മാനായിട്ട് ജനിച്ചെന്നും ഇപ്പോൾ വീണ്ടും മനുഷ്യനായിട്ട് ഒരു ജന്മം കൂടെ തന്നിരിക്കുകയാണെന്ന് ആ കുട്ടിക്ക് മനസ്സിലായി. കുട്ടിക്ക് പേടിയായി. എന്താണ് പേടി? താൻ പുറത്തിറങ്ങി മറ്റേതെങ്കിലും ജീവജാലങ്ങളോട് അറ്റാച്ച്മെന്റ് ഉണ്ടായാൽ, ഇഷ്ടമുണ്ടായാൽ, അതിനെപ്പറ്റിയുള്ള ചിന്തകൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മരണസമയത്ത് അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ചിന്തകൾ വന്നു കഴിഞ്ഞാൽ താൻ വീണ്ടും ഏതെങ്കിലും ജീവിയായിട്ടോ ജനിക്കേണ്ടതായിട്ട് വരുമെന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണ് മുറിക്കകത്ത് ഈശ്വരനെ ഭജിച്ചുകൊണ്ട് ആ കുട്ടി ഇരിക്കാൻ തുടങ്ങി. മുജ്ജന്മത്തിലെ ഓർമ്മകളെ കുറിച്ച് തന്റെ മാതാപിതാക്കളോട് പറഞ്ഞാൽ എന്താ അവർ ചിന്തിക്കും? ഇവന് വട്ടാണ്. ഞാൻ ഭരത മഹാരാജാവാണ്, മുജ്ജന്മത്തിൽ ഞാൻ മാനായിട്ട് ജനിച്ചു, അങ്ങനെ മാനിനെ രക്ഷിച്ചു, മാനെ പറ്റിയുള്ള ചിന്തയായി, അങ്ങനെ വീണ്ടും മാനായിട്ട് ജനിച്ചു, പിന്നെ വീണ്ടും മനുഷ്യനായിട്ട് ജനിച്ചിരിക്കുകയാണെന്ന് തന്റെ മാതാപിതാക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും? ഇവന് മുഴുവട്ട് തന്നെ. അതുകൊണ്ട് കൊട്ടി മിണ്ടത്തില്ല, ആരോടും അങ്ങനെ സംസാരിക്കത്തില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് മാതാപിതാക്കൾ ഇവനെ കൊണ്ട് സഹിയിട്ടിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, അവർക്ക് പാടമൊക്കെ ഉണ്ട്, നീ പാടത്തി എന്ന് കിളികൾ വിതച്ച വിത്തുകൾ തിന്നാനായിട്ട് വരും, ആ കിളികളെ ഓടിക്കാൻ നീ ആ പാടത്ത് പോക്കോളാം. അങ്ങനെ രാവിലെ പാടത്ത് പോയിരിക്കും, കിളികൾ വരുന്നത് കിളികളെ ഓടിക്കും, വൈകുന്നേരമാകുമ്പോൾ തിരികെ വരും. അങ്ങനെ ദിവസങ്ങളോളം ഇങ്ങനെ. ആ സമയത്താണ് ആ നാട്ടിൽ അഘോരികൾ വരാൻ തുടങ്ങി. അഘോരി സന്യാസി ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന പ്രത്യേക തരത്തിലുള്ള ഒരു അഘോരികളാണ് അന്നത്തെ ആ ഒരു സമയത്തൊക്കെ. കാളീഭക്തന്മാരായിരുന്നു. അപ്പൊ ആ കാലഘട്ടത്തിൽ ഇവർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഏതെങ്കിലും ഒരു നാട്ടിൽ വന്ന് കുറച്ചു നാൾ താമസിക്കും. താമസിച്ചതിന് ശേഷം
ഇവർ പോകുന്ന സമയത്ത് വലിയ പാട്ടും നൃത്തവും ഒക്കെയാണ്. അവിടെ ഏതെങ്കിലും ഒരു മനുഷ്യനെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് കാളിയുടെ നടക്കൽ ബലി കൊടുക്കും. അങ്ങനെ ഒരു പ്രവൃത്തിയാണ്. കാളി പ്രീതിക്ക് വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ പക്ഷെ ഈ ബലി കൊടുക്കുന്ന വ്യക്തിക്ക് കയ്യിൽ എന്തെങ്കിലും മുറിവുകളോ ഉളുക്കോ ചതവോ എന്തെങ്കിലും പാടുകൾ ഉണ്ടെങ്കിൽ അവർ ബലി കൊടുക്കും. അങ്ങനെ അവർ ഈ നാട്ടിൽ ഓരോരുത്തരെയും ഓടിച്ചിട്ട് പിടിക്കാൻ തുടങ്ങും. അങ്ങനെ അവിടെയുള്ള മനുഷ്യരെല്ലാം സഹിയിട്ട് നമുക്കറിയാം, നമ്മൾ ചെറുപ്പം പോലെ നമുക്ക് എന്തെങ്കിലും മുറിപാടുകളോ ശരീരത്തിൽ എന്തെങ്കിലും ഉളുക്കോ ചതവോ എന്തെങ്കിലും മുറിപാടുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. അങ്ങനെ ആൾക്കാരെല്ലാം സഹിക്കിട്ടിട്ട് ഇവരെ കളി ഭക്തന്മാരുമായിട്ട്, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ ഓടിച്ചിട്ട് പിടിക്കുന്നത്? നിങ്ങൾക്ക് വേറെ ആരെങ്കിലും നോക്കാൻ വേണേ? നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, പാടത്തൊരുത്തൻ അവിടെ ഇരിപ്പുണ്ട്, കാണാൻ നല്ല മിടുക്കനാണ്, നല്ല സിമ്പിളാണ്, നിങ്ങൾ അവനെ നോക്കും, നിങ്ങൾക്ക് പറ്റിയ ആളായിരിക്കും, അവനെ ചെന്ന് പിടിക്കും. അങ്ങനെ കാളി ഭക്തന്മാര് പാടവരമ്പത്തോടെ വന്നു ഈ പയ്യനെ പിടിക്കുക. എന്നെ പിടിച്ചു കഴിഞ്ഞപ്പം സാധാരണ എല്ലാവരും ഓടുകയാണ്. ബലി കൊടുക്കാൻ നമ്മളെ ആരെങ്കിലും പിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ബലി കൊടുക്കാൻ പിടിച്ചാൽ നമ്മൾ സന്തോഷത്തോടെ വന്ന് എന്നെ ബലി കൊടുത്തു നമ്മൾ ആരെങ്കിലും പറയൂ? നമ്മളാരും പറയും. അങ്ങനെ ഈ പയ്യനെ പിടിച്ചു. അപ്പൊ അവർക്ക് ആദ്യമായിട്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്ന, മുതറിക്കുന്നുമില്ല, ഓടുന്നില്ല, ഒന്നുമില്ല, ഒരു ഭയങ്കര സന്തോഷം. പിന്നെ ബലി കൊടുക്കാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ ഈ പയ്യന് ഭയങ്കര സന്തോഷം. ഉള്ളിൽ സന്തോഷം എന്താണ് വന്നത്? എൻ്റെ 2 ജന്മങ്ങള് പാഴായിപ്പോയി, ഒരു ജന്മം മാനായിട്ട് ജനിക്കേണ്ടതായിട്ട് വന്നു അബദ്ധത്തിൽ. അതുകൊണ്ട് ഈ ജന്മത്തിൽ ആത്മഹത്യ ചെയ്യാൻ പറ്റുമോ? ആത്മഹത്യ ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മൾ നരകലോകത്തേക്ക് പോകും. ആരെങ്കിലും കൊല്ലുവാണെങ്കിൽ സന്തോഷം എന്നുള്ള കണക്കൂട്ടിൽ വളരെ സന്തോഷമാണ്. അവര് കാളി ഭക്തന്മാർ ആദ്യമായിട്ട് അങ്ങനെ ഒരു വ്യക്തിയെ കാണുന്നു. ബലി കൊടുക്കാൻ പഠിക്കുന്ന വ്യക്തിക്ക് ഭയങ്കര സന്തോഷം. എന്നിട്ട് കാളി ഭക്തന്മാരോട് ഈ പയ്യൻ ചൂടായി, ദേഷ്യപ്പെട്ടു. ബലി കൊടുക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്നെ ബലി കൊടുക്കണം. ഇവരാദ്യമായിട്ടാണ് അങ്ങനെ ഒരാൾ പറയുന്നത്, ബലി കൊടുക്കുന്നുണ്ടെങ്കിൽ എന്നെ കെട്ടാനൊക്കെ അറിയാൻ പറഞ്ഞു. കെട്ടൊന്നും വേണ്ട, ഞാൻ ഓടത്തൊന്നുമില്ല. എന്നാലും അവരൊരു ധൈര്യത്തിന് പിടിച്ച് കെട്ടി. അങ്ങനെ ഇവർ വന്ന് ഇവരുടെ മൂപ്പൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഒരുത്തനെ കിട്ടിയതുകൊണ്ട് ബലി കൊടുക്കാനാന്ന് അവൻ ഓടുന്നുമില്ല, ഉദറിക്കുന്നുമില്ല, അവന് ഭയങ്കര സന്തോഷം. അങ്ങനെ അവസാന ദിവസമായപ്പോൾ ഇവരുടെ പാട്ടും കൂത്തും ബഹളവും ഒക്കെ ആയിട്ട് അങ്ങനെ ബലിക്കല്ലിൽ കൊണ്ട് കിടത്തി. അപ്പം കിടത്തിയത് വിഷ്ണുഭക്തനാന്ന് ഓർത്തോണം, ഭഗവാന്റെ പരമഭക്തനാന്ന് ഓർത്തോണം. അങ്ങനെ ബലിക്കല്ലിൽ കൊണ്ട് കിടത്തി, പയ്യനെ കിടത്തി. അങ്ങനെ ഇവരുടെ പാട്ട് നിർത്താക്കി അവസാനം ഇവരുടെ മൂപ്പൻ വന്ന് ബലി കൊടുക്കാനായിട്ട് വാളെടുത്ത് ഉയർത്തി താഴ്ത്തപ്പോൾ സാക്ഷാൽ മഹാകാളി തന്നെ പ്രത്യക്ഷപ്പെട്ടു. കാളി പ്രത്യക്ഷപ്പെട്ടിട്ട് അത്രയും കാളി ഭക്തന്മാരെ കാളി കൊന്നുകളഞ്ഞെന്നാണ് പറയുന്നത്. കാളി ഭക്തന്മാരെ കാളി കൊന്നുകളഞ്ഞു. എന്നിട്ട് ഈ പയ്യനെ പാദത്തിൽ വന്ന് വീണ് മാപ്പ് പറഞ്ഞു മഹാകാളി. ആ പയ്യനാണ് ജഡഭരതൻ. അപ്പൊ ആ ജഡഭരത, ആ ഭരതൻ മഹാരാജാവിന്റെ പേരാണ് നമ്മുടെ ഭാരതത്തിന് ലഭിച്ചത്. അങ്ങനെ പിന്നീട് ജഡഭരതൻ വീണ്ടും അങ്ങനെ നടന്നുപോയി. പിന്നെ അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. പിന്നെ അങ്ങനെ നാളുകൾക്ക് ശേഷം ഭഗവദ്ധാമത്തിൽ എത്തപ്പെട്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനത് പുനർജന്മത്തെ പറ്റി ചെറിയൊരു സൂചനയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു കഥ പറഞ്ഞത്. അപ്പൊ നമ്മുടെ ജന്മം വളരെ വിശേഷപ്പെട്ടതാണ്, മനുഷ്യജന്മം. അപ്പം 84 ലക്ഷത്തിൽ പരം വിഭാഗത്തിൽപ്പെട്ട ജീവജാലങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ മരണസമയത്ത് നമ്മുടെ ചിന്തകൾ എന്തിനെ ആസ്പദമാക്കിയാണോ നമ്മുടെ ചിന്തകൾ പോകുന്നത്, അതിനനുബന്ധപരമായ ഒരു ജീവിതമാണ് അടുത്ത ജന്മത്തിൽ നമുക്ക് ലഭിക്കുന്നത്. അത് ചിലപ്പോൾ പട്ടിയാകാം, ചിലപ്പോൾ പൂച്ചയാകാം, എലിയാകാം, ഓന്താകാം, കല്ലിയാകാം, മലത്തിലെ കൃമിയാകാം, നമ്മുടെ ശരീരത്തിലെ അണുക്കളാകാം. ഇങ്ങനെ ഏതെങ്കിലും ഒരു ജീവജാലമായിട്ട് നമ്മൾ ജനിക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ആയുസ്സിനും വ്യത്യാസമുണ്ട്. നമുക്കറിയാം, ഒരു കൊതുകിൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ 2 ആഴ്ചയാണ്. നമ്മളൊരു കൊതുകായിട്ട് ജനിച്ചാലോ ആ കൊതുകിന്
പൊതുവിന്റെ ജന്മത്തിൽ ഉണ്ടാകുന്ന എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട്. ഒരു പല്ലിയായിട്ട് ജനിച്ചാലോ നമ്മളെ മച്ചിൻ പുറത്തിരിക്കും. ഏതെങ്കിലും ഒരു ജീവജാലി, പൂച്ചയോ എലിയോ ഏതെങ്കിലും ഒന്ന് നമ്മളെ പിടിക്കും. അങ്ങനെയുള്ള ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും. അപ്പം മറ്റുള്ള ജീവജാലങ്ങളുടെ ജീവിതം എത്രമാത്രം ഭയം നിറഞ്ഞതും ഭയാനകമാണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു. അതിൽ ഉത്കൃഷ്ടമായ ജീവിതമാണ് മനുഷ്യ ജന്മം. അപ്പം നമ്മുടെ ഈ മനുഷ്യജന്മത്തിൽ നമ്മൾ ഈശ്വരനെ പറ്റി വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കും. ആത്മീയ ജ്ഞാനം വളരെ നല്ല രീതിയിൽ നമ്മൾ ആർജിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ജന്മം കൊണ്ട് നമ്മുടെ ഒരു ജീവിതം, അടുത്ത ഒരു പുനർജന്മം, ജനനമരണ ചക്രത്തിൽ പുനരാവർത്തിയിൽ പെടാതെ നമുക്ക് ഇവിടെ നിന്നും ഭഗവാന്റെ ഒരു ധാമത്തിലേക്ക് നമുക്ക് എത്തപ്പെടാൻ സാധിക്കും. നമ്മളെ ഹൈന്ദവരായ നമ്മളെല്ലാം നമ്മുടെ മരണാനന്തര ക്രിയകളൊക്കെ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അവസാനം ആരിലാണ് നമ്മൾ സമർപ്പിക്കുന്നത്? സാക്ഷാൽ നാരായണിലാണ് സമർപ്പിക്കുന്നത്. നമ്മളെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, നമുക്ക് അപ്പം കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല പല ദേവീദേവന്മാരുടെ എല്ലാം സഹായം നമുക്ക് ആവശ്യമാണ്. ഇന്ദ്രൻ മഴ പെയ്യുന്നു, വായുദേവൻ നമുക്ക് വായു തരുന്നു, ജലദേവൻ നമുക്ക് ജലം തരുന്നു, മറ്റുള്ള ദേവീദേവന്മാരെല്ലാം നമുക്ക് ഭൗതികപരമായിട്ടുള്ള വസ്തുക്കളെല്ലാം തരുന്നു, സരസ്വതി നമുക്ക് അക്ഷരജ്ഞാനം തരുന്നു. ഇതിനെല്ലാം നമ്മൾ മറ്റുള്ള ദേവീദേവന്മാരെ എല്ലാം നമ്മൾ വിളിക്കാറുണ്ട്. പക്ഷെ നമ്മൾ അവസാനം എവിടെയാണ് നമ്മൾ എത്തുന്നത്? ആരുടെ പാദത്തിലാണ് നമ്മളെയൊക്കെ മരണശേഷം നമ്മളെ കൊണ്ട് ഇരുത്താനായിട്ട് കൊണ്ടുപോകുന്നത്? ദേവിയുടെ നടക്കിൽ എടുക്കുമോ? നമ്മൾ സുബ്രഹ്മണ്യന്റെ നടക്കിൽ എടുക്കുമോ? ഭദ്രകാളിയുടെ നടക്കിൽ നമ്മളെ ഇരുത്താൻ പറ്റുമോ? ശിവന്റെ നടക്കിൽ ഇരുത്താൻ പറ്റുമോ? സരസ്വതി ദേവിയുടെ നടക്കിൽ നമ്മളെ കൊണ്ട് ഇരുത്താൻ പറ്റുമോ? അവിടെ സ്വീകരിക്കുമോ? പിന്നെ ആരുടെ നടക്കിൽ ആണ് നമ്മളെ ഇരുത്തിയാൽ നമ്മൾ ഇരിക്കുന്നത് ആത്മാവിന് ഇരിക്കാൻ പറ്റുന്നത്? സാക്ഷാൽ വിഷ്ണു ഭഗവാൻ, കൃഷ്ണൻ നടക്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. നമുക്കറിയാം, നമ്മുടെ മറ്റുള്ള ദേവീദേവന്മാരുടെയും ശിവക്ഷേത്രങ്ങളിലെല്ലാം ഭാഗവത സപ്താഹം നടത്തും. എന്തിനാണ് സപ്താഹം ദേവീദേവന്മാരുടെ ഒക്കെ നടയിലൊക്കെ നടത്തുന്നത്? കൃഷ്ണന്റെ ക്ഷേത്രത്തിൽ മാത്രം ഭാഗവത സപ്താഹം നടത്തിയാൽ മതി. എന്തുകൊണ്ടാണ് എല്ലാ ദേവീദേവന്മാരുടെ നടകളിലും ഭാഗവത സപ്താഹം നടത്തുന്നത്? ഭഗവാൻ സാക്ഷാൽ പരബ്രഹ്മമാണ്. 33 കോടി ദേവീദേവന്മാരുടെയും അധിപനാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. അതാണ് മഹാഭാരത യുദ്ധ സമയത്ത് അർജുനൻ പോലും വിചാരിച്ചിരുന്നത് ഭഗവാൻ തൻ്റെ സുഹൃത്തും തൻ്റെ വഴികാട്ടിയും ഒക്കെ ആണെന്നാണ് വിചാരിച്ചിരുന്നത്. ഭഗവാന്റെ ആ വിശ്വരൂപം 33 കോടി ദേവീദേവന്മാരെയും ഭഗവാൻ അർജുനന് കാണിച്ചു കൊടുക്കുന്നതാണ്. നമ്മുടെ ഈ മാംസചക്ഷുക്കളായിട്ടുള്ള കണ്ണുകൾ കൊണ്ട് നമുക്ക് ഏതെങ്കിലും ദേവീദേവന്മാരെ നമുക്ക് കാണാൻ സാധിക്കുമോ? നമ്മളെല്ലാം അമ്പലത്തിൽ പോകുന്നവരാണ്, രാവിലെയും വൈകിട്ടും. നമ്മുടെ ഒരു ജീവിതകാലം മുഴുവൻ നമ്മൾ അമ്പലത്തിൽ പോകുന്നവരാണ്. ഇത്രയും ഒരുപാട് വിവിധ പ്രായത്തിലുള്ള ആൾക്കാർ ഇവിടെ ഇരിക്കുന്നു. ഏതെങ്കിലും ഒരു ദേവീദേവനെ നമുക്ക് നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടോ? പക്ഷെ നമ്മളിപ്പോൾ പലരും പറയും ദേവീദേവന്മാരൊന്നും ഇതൊക്കെ വിശ്വാസമാണ്, ഇതൊക്കെ കഥകളാണ്. പക്ഷെ ഇതൊന്നും കഥകളല്ല. നമുക്കതിനുള്ള യോഗ്യത ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ദേവീദേവന്മാരെ ഒന്നും നമുക്ക് കാണാൻ പറ്റാത്തത്. അതിനെ ആധ്യാത്മികപരമായിട്ട് നമ്മൾ പുരോഗമിക്കണം. ആത്മാവിനെ കുറിച്ചും ഈശ്വരനെ കുറിച്ചും ജ്ഞാനത്തെ കുറിച്ചും ഒക്കെ ഉള്ള നല്ല അറിവുകൾ നമ്മൾ നേടിയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് സാക്ഷാൽ ഭഗവാനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിന് നമ്മുടെ നാമം ചിന്തിക്കണം. നമ്മൾ വിശിഷ്ടമായിട്ടുള്ള പരമ്പരയിൽ വരുന്ന ആചാര്യന്മാരൊക്കെ ഉണ്ട്. അവരുടെ ക്ലാസ്സുകൾ കേൾക്കണം, പ്രഭാഷണങ്ങൾ കേൾക്കണം, ക്ഷേത്രദർശനം നടത്തണം. ക്ഷേത്രദർശനം മാത്രം നടത്തിയാൽ നമുക്ക് ഇത്തരം ജനന മരണ ചക്രത്തിൽ നിന്ന് നമുക്ക് വെളിയിൽ പോകാൻ നമുക്ക് സാധിക്കത്തില്ല. അതിനാണ് നമ്മൾ ആത്മീയ ജ്ഞാനം വർദ്ധിപ്പിക്കുന്നത്. നമ്മളൊരു ഗുരുവിനെ കണ്ടുപിടിക്കണം. ആ ഗുരുവിൽ നിന്ന് വേണം നമ്മൾ ജ്ഞാനം ആർജിക്കാൻ.
നമ്മൾ സ്കൂളിലൊക്കെ, നമ്മൾ വീട്ടിലൊക്കെ ഇരുന്ന് നമുക്ക് വേണം പഠിക്കാമല്ലോ. നമുക്ക് സ്കൂളിലൊക്കെ പോകേണ്ട കാര്യമുണ്ടോ? നമുക്ക് എന്തിനാ സ്കൂളിൽ പോകുന്നത്? അക്ഷരമൊക്കെ നമുക്ക്, നമ്മുടെ അച്ഛനും അമ്മയ്ക്ക് അക്ഷരങ്ങളൊക്കെ അറിയാം, കാര്യങ്ങളെല്ലാം അറിയാം. അവർ നമ്മളെ പഠിപ്പിച്ചാൽ മതിയില്ല. നമ്മളെന്തിനാ സ്കൂളിൽ പോകുന്നത്? അപ്പൊ അക്ഷരജ്ഞാനം നേടുന്നതിനും അതുപോലുള്ള കാര്യങ്ങളിലേക്കും അറിവ് നേടുന്നതിനും ഒരു ഗുരുവിനെ വേണം. പക്ഷേ അത്തരം ഗുരുക്കന്മാർക്ക് ഒരിക്കലും ആധ്യാത്മിക ജ്ഞാനം നമുക്ക് ഉപദേശിച്ചു തരാനായിട്ടുള്ള കെൽപ്പില്ല. അവർക്ക് ഭൗതിക ജ്ഞാനം നൽകാൻ നമ്മൾ. അതിന് നമ്മൾ ആധ്യാത്മികപരമായിട്ടുള്ള ഗുരുക്കന്മാരെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അവരിൽ നിന്ന് വേണം വിശേഷ ജ്ഞാനം ആർജിക്കാൻ. അങ്ങനെ ആർജിച്ച് നമ്മൾ കൃത്യമായി നമ്മുടെ ജീവിതചര്യ മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ യാത്ര കൃത്യമായ ഒരു ഡയറക്ഷനിൽ നമുക്ക് പോകാൻ പറ്റും. നമ്മളിപ്പോൾ തിരുവനന്തപുരത്തിന് ടിക്കറ്റ് എടുത്തുകൊണ്ട് നമ്മൾ എറണാകുളത്തിനുള്ള ട്രെയിനിൽ കയറിയിരുന്നാലോ എങ്ങോട്ട് പോകും? നമ്മൾ തിരുവനന്തപുരത്തിന് പോകാൻ പറ്റുമോ? പോകാൻ പറ്റില്ല. ഇതുപോലെ തന്നെയാണ് നമ്മളൊക്കെ വിചാരിക്കും അടുത്ത ജന്മത്തിൽ നമുക്ക് ഇവിടെ ജനിക്കാം, ഞാൻ അങ്ങനെ ജനിക്കാൻ പറ്റും, ഇങ്ങനെ ജനിക്കാൻ പറ്റും. ഇതെല്ലാം നമ്മുടെ ആകത്തുക, നമ്മുടെ ഒരു ജീവിതത്തിലെ നമ്മുടെ മൊത്തത്തിലുള്ള കർമ്മത്തിനനുസരിച്ചാണ് നമ്മുടെ ചിന്തകൾ അവസാന കാലഘട്ടത്തിൽ വരുന്നത്. നല്ല പ്രായത്തിൽ ആധ്യാത്മിക ജ്ഞാനം ആർജിച്ചില്ലെങ്കിൽ നമ്മൾ പ്രായമാകുമ്പോൾ നമ്മുടെ ചിന്ത എങ്ങനെയായിരിക്കും? നമ്മുടെ മക്കളെ പറ്റിയും മരുമക്കളെ പറ്റിയും അല്ലെങ്കിൽ നമ്മുടെ മകളെ പറ്റിയും നമ്മുടെ വസ്തുവകൾ വീതം വെക്കുന്നതിനെ പറ്റിയും അതേപോലെ തന്നെ നമ്മുടെ ഇഷ്ട ആഹാരത്തെ പറ്റിയും എനിക്ക് ഇച്ചിരി കപ്പയും മീനും തിന്നാൽ മതിയായിരുന്നു, ഇച്ചിരി ഇറച്ചി കിട്ടിയാൽ മതിയായിരുന്നു, ഇങ്ങനെയുള്ള ചിന്തകളിലേക്ക് നമ്മുടെ പോകും. കുട്ടികളും അന്നത്തെ നമ്മുടെ മക്കളും ചെയ്യും. അപ്പൻ അല്ലെങ്കിൽ അമ്മ മരിക്കാറായി കിടക്കണം, അപ്പൻ ഇച്ചിരി കപ്പയും ഇറച്ചിയും കൊടുക്കാം, അല്ലെങ്കിൽ കപ്പയും മീനും കൊടുക്കാം. ഇങ്ങനെയൊക്കെ നമ്മൾ ഇത്തരത്തിലേക്കുള്ള ചിന്തകളും ഇത്തരത്തിലുള്ള ഇതിലേക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ എവിടെ ചെല്ലും? നമ്മൾ ഈ പറയുന്നത് പോലെ ജന്മമരണ ചക്രത്തിൽപ്പെട്ട് നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കും. ഭഗവത്ഗീതയ്ക്കകത്ത് പറയുന്നുണ്ട്, ബഹുനാൻ ജ്ഞാനവാൻ ബഹുനാൻ ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രബന്ധേ സമഹാത്മാ സുദുർലഭ വാസുദേവ സർവ്വ. ഈ ജനനമരണ ചക്രത്തിൽ നിന്ന് നമുക്ക് മോചനം നേടണമെങ്കിൽ നമ്മൾ ആരെ ശരണം പ്രാപിക്കണം? സാക്ഷാൽ വാസുദേവനെ, ശ്രീകൃഷ്ണ ഭഗവാനെ ശരണം പ്രാപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജനനമരണ ചക്രത്തിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ സാധിക്കും. അതിന് വളരെ ലളിതമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭഗവാനെ നമ്മൾ വിളിക്കുക, ഭഗവാനെ ഓർമ്മിക്കുക, നാമം ജപിക്കുക. അതിന് വിശിഷ്ടമായ ഒരു നാമമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമ്മൾ ഈ നാമം തിരിച്ചാണ് നമ്മൾ ജപിക്കാറ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ. ഇങ്ങനെയാണ് നമ്മൾ ജപിക്കാറ്. അങ്ങനെ ജപിക്കുമ്പോൾ അത് വേദമന്ത്രമാണ്. അത് ജപിക്കുന്നതിന് സമയം, കാലം, നിഷ്ഠ, ശുദ്ധി, പരിശുദ്ധി ഇതെല്ലാം ആവശ്യമാണ്. നാമം ജപിക്കാൻ പറ്റുകയില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് നാമം ജപിക്കുന്നതിനായി 500 വർഷങ്ങൾക്ക് മുമ്പ് ബംഗാളിൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനും രാധാറാണിയും ചേർന്ന് ഒരു സംയുക്ത അവതാരമുണ്ട്, ചൈതന്യ മഹാപ്രഭു. ആ ചൈതന്യ മഹാപ്രഭു ഇന്ത്യയിലുടനീളം നാമം പ്രചരിപ്പിച്ചു. അക്കാലത്തൊന്നും നാമം ജപിക്കാനൊന്നും സാധാരണക്കാർക്കൊന്നും പറ്റത്തില്ലായിരുന്നു. നാമങ്ങളോ മന്ത്രങ്ങളോ എല്ലാം അന്യം നിന്നിരുന്നു. ക്ഷേത്രപ്രവേശനം പോലും അന്യം നിന്നിരുന്നു. അങ്ങനെ ചൈതന്യ മഹാപ്രഭുവാണ് നാമജപത്തിന്റെ ഉപജ്ഞാതാവ്. സാക്ഷാൽ രാധാറാണി ശ്രീകൃഷ്ണ ഭഗവാനും ചേർന്ന് മുഖ്യ അവതാരമാണ്, രഹസ്യ അവതാരമാണ്. ലോകമെമ്പാടും നാമം പ്രചരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ സാക്ഷാൽ ശ്രീകൃഷ്ണമാവിന്റെ അവതാരം അദ്ദേഹത്തിന്റെ പരമ്പരയിൽ വരുന്ന ഒരു ആചാര്യനായിരുന്നു. ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തു, ബ്രഹ്മാവ് വ്യാസദേവന് പറഞ്ഞു കൊടുത്തു, വ്യാസദേവൻ മാധവാചാര്യർക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ നരഹരി തീർത്ഥർ അങ്ങനെ വന്ന് അദ്ദേഹത്തിന്റെ പരമ്പരയിൽ വരുന്ന ഒരാചാര്യനായിരുന്നു ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക ആചാര്യൻ ശ്രീല പ്രഭുപാദൻ. അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്നു ഭക്തസിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ്. 68 ഗൗഡീയ മഠങ്ങൾ ഉണ്ടായിരുന്നു വൈഷ്ണവ സമ്പ്രദായത്തിൽപ്പെട്ട അദ്ദേഹത്തിന്. അങ്ങനെ അദ്ദേഹത്തിന്റെ ശിഷ്യനായ ശ്രീല പ്രഭുപാദരിൽ ലോകമെമ്പാടും നാമം പ്രചരിപ്പിക്കുക. നമ്മുടെ സ്വന്തമല്ല, നമ്മുടെ കുത്തകയല്ല നാമങ്ങളും ദേവീദേവന്മാരും ഒക്കെ.
സർവ്വലോകത്തിൻ്റെയാണ് ഇവിടുന്ന്. അങ്ങനെ ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം അമേരിക്കയിലേക്ക് പോയി. 1966-67 കാലഘട്ടത്തിൽ അദ്ദേഹം അമേരിക്കയിലേക്ക് പോയി. അദ്ദേഹത്തിന് 66 വയസ്സുണ്ടായിരുന്നു. അമേരിക്കയിൽ ചെന്ന് അദ്ദേഹം അമേരിക്കയിലുള്ളവരെ നാമം ജപിപ്പിച്ചു. എന്തിനാണ്? ജനനമരണ ചക്രത്തിൽ നിന്ന് മോചനം നേടും. അല്ലെങ്കിൽ നമ്മൾ നരകിക്കുന്നു. നമ്മൾ വിചാരിക്കും നിസ്സാര കാര്യമാണ് മനുഷ്യജന്മം, നമ്മളിങ്ങനെ ആഹാരമൊക്കെ കഴിച്ച് ഇങ്ങനെ ജീവിച്ച് ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഓർക്കുക, അടുത്ത ജന്മത്തിൽ ഒരുപക്ഷെ നമുക്ക് ഓർമ്മശക്തി പോലും തരും. നമ്മളൊരു പട്ടിയായിട്ട് ജനിക്കാൻ ചിലപ്പോൾ നമുക്ക് ഓർമ്മ പോലും തരും. നമ്മൾ ഓടി നമ്മുടെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ വീട്ടുകാർ തന്നെ കല്ലെടുത്തിരുന്ന് ഓടിക്കും. അപ്പൊ നമ്മൾ നാമം ജപിക്കുക, ഭഗവാന്റെ പരമഭക്തനാകുക, നല്ല നല്ല പ്രഭാഷണങ്ങളും ആധ്യാത്മിക ക്ലാസ്സുകളും ഒക്കെ കേൾക്കുക. ഹരേകൃഷ്ണ പ്രസ്ഥാനം ലോകമെമ്പാടും നാമം ജപിപ്പിക്കുന്നതിന് വേണ്ടി, ലോകത്തുള്ള എല്ലാ ജനങ്ങളെയും നാമം ജപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടായ പ്രസ്ഥാനമാണ്. ഇപ്പോഴും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഒരു വലിയ ആചാര്യൻ അമേരിക്കക്കാരനായ ജോൺ എന്ന് പറയുന്ന ഒരു ആചാര്യൻ. അദ്ദേഹം പ്രഭാതരുടെ കൂടെ 10-22 വയസ്സിൽ വന്ന് ഇവിടെ ഇന്ത്യയിൽ വന്നതിന് ശേഷം അദ്ദേഹം കോടീശ്വരനായിരുന്നു. 400ഓളം തുണിമില്ലുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛന്. അദ്ദേഹം അതെല്ലാം ത്യജിച്ച് നാമം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലേക്ക് വന്ന് അദ്ദേഹമാണിപ്പം ലോകമെമ്പാടും നാമം പ്രചരിപ്പിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചോളം ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ വളരെ സൗജന്യമായിട്ട് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട് നമ്മുടെ ഒരു ശാഖ കോട്ടയത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര കൃഷ്ണബോധ സഭയുടെ ഹരകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ഒരുപാട് സന്യാസിമാര് ആചാര്യന്മാര് ഒക്കെ അവിടെ പ്രഭാഷണത്തിന് വരാറുണ്ട്. നമ്മുടെ ആധ്യാത്മിക ജ്ഞാനം നമുക്ക് പഠിക്കുന്നതിനും ഭഗവത്ഗീത ഭാഗവതം ഒക്കെ പഠിച്ച് വളരെ നല്ല രീതിയിലുള്ള ആധ്യാത്മിക അറിവ് നേടിയാൽ നമുക്ക് ഭൗതിക ജീവിതം വളരെ സന്തോഷകരമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ് വസ്തുത. അപ്പൊ അതിനുള്ള അവസരം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ തിരുനക്കര കൃഷ്ണൻ കോവിലിന്റെ മുൻവശത്തായിട്ട് നമ്മുടെ ഹരകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ അവിടെ ഒരു ശാഖ തുറന്നിട്ടുണ്ട്. എല്ലാ ഞായറാഴ്ചയും അവിടെ സത്സംഗമുണ്ട്. ഞായറാഴ്ച രാവിലെ ഒരു 10 മണി മുതൽ ഒരു 10-11 വരെ നല്ല നാമജപവും ഭജൻസും, അതുപോലെ തന്നെ അതിനുശേഷം ഭഗവത്ഗീതയും ഭാഗവത്തെ പറ്റിയൊക്കെയുള്ള 1 മണിക്കൂറുള്ള ഒരു ആധ്യാത്മിക പ്രഭാഷണം, അതിനുശേഷം ആരതി, അതിനുശേഷം ഭഗവാന്റെ മഹാപ്രസാദം. അങ്ങനെ ഒരു 1 മണിയോടുകൂടി പ്രോഗ്രാം അവസാനിക്കും. അപ്പം അത്തരത്തിലുള്ള ക്ലാസ്സുകളിലേക്കും ആധ്യാത്മിക പ്രഭാഷണം കേൾക്കുന്നതിനും പരമ്പരയിൽ വരുന്ന ആചാര്യന്മാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നതിനേക്കുമായിട്ട് നമ്മൾ തിരൂർ നിവാസികളായ എല്ലാ ഭക്തജനങ്ങളെയും നമ്മൾ വളരെ ഹാർദവമായിട്ട് നമ്മൾ ക്ഷണിക്കുകയാണ്. ഹരേ കൃഷ്ണ. നമുക്ക് നമ്മുടെ ഇവിടെ ഭഗവത്ഗീത വെച്ചിട്ടുണ്ട്. ഈ ഭഗവത്ഗീത യഥാരൂപം